പ്രിയപ്പെട്ട അമൃത ടി വി പ്രേക്ഷകരെ, ന്യായവിധിയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ അഡ്വക്കേറ്റ് രാജേഷ് വി ആർ, അമൃത ടെലിവിഷൻ്റെ കേരള ഹൈക്കോടതിയിലെ നിയമകാര്യ ലേഖകൻ. ഇന്ന് നിങ്ങളോട് സംവദിക്കുന്നത് പല കക്ഷികളും ചിലപ്പോൾ കോടതിയിൽ ഉന്നയിച്ചിട്ടുള്ള ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ്. പ്രത്യേകിച്ച് ഡിവോഴ്സ് കേസുകളിൽ കുടുംബ കോടതിയിലെത്തുന്നവർ എന്തിനാണ് ഈ മീഡിയേഷൻ, അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനൊരു കൗൺസിലിംഗ് നടത്തുന്നത്? ഞങ്ങൾ എന്തായാലും പിരിയാൻ തീരുമാനിച്ചു, ഞങ്ങൾ ഒരുമിച്ച് കൊണ്ട് പരാതിയും കൊടുത്തു, കോടതി ഞങ്ങളെ ഒന്ന് പിരിച്ചതാ എന്ന് പറയുന്നു. പിന്നെ എന്തിനാണ് ഈ കൗൺസിലിങ്ങിന് പോയി നമ്മുടെ ജീവിതത്തിൽ നടന്ന ഈ സംഭവങ്ങളൊക്കെ ഇതൊന്നുമല്ലാതെ മൂന്നാമതൊരാളോട് പറയുകയും അവിടെ വെച്ച് ഇത് ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുകയും എന്തിനാണ് ഇത്തരത്തിലൊരു ആവശ്യമില്ലാത്ത കാര്യം ചെയ്യുന്നത്? ചില കക്ഷികളെങ്കിലും ചോദിച്ചിട്ടുള്ള കാര്യമാണ്. എന്നാൽ അവരും ബാക്കിയുള്ളവരും അറിയാൻ വേണ്ടി ഇത് ഒരു നിയമപരമായ പ്രക്രിയ തന്നെയാണ്. കുടുംബ കോടതിയിൽ ഒരു ഹർജി വന്നാൽ അത് കൗൺസിലിങ്ങിന് വിടണം എന്നുള്ളത് ഫാമിലി കോർട്ട് ആക്റ്റിൽ തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കോടതി ഈ മീഡിയേഷൻ അല്ലെങ്കിൽ ഒത്തുതീർപ്പിന് കൂടുതൽ പ്രോത്സാഹനം നൽകുന്നത്? അതാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് പറയുവാനുള്ളത്. കാര്യങ്ങൾ അറിഞ്ഞ ശേഷം കോടതിയിൽ പോവുകയാണെങ്കിൽ കോടതി നടപടികൾ കുറച്ചുകൂടി മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ നിയമങ്ങളെല്ലാം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. നിയമങ്ങൾ മാത്രമല്ല, കോടതിയിലെ നടപടിക്രമങ്ങളും എല്ലാം ജനങ്ങളെ സംരക്ഷിക്കുവാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ചില ഘട്ടത്തിൽ നിയമം ഈശ്വരനാണ് എന്ന ഒരു സങ്കല്പം വരെ വരാറുണ്ട്. കോടതി കയറിയിറങ്ങുന്നവർ കുറച്ചെങ്കിലും നിയമത്തെക്കുറിച്ച് മനസ്സിലാക്കിയ ശേഷം ഈ കാര്യത്തിനായി പോവുകയാണെങ്കിൽ മനസ്സിന് കുറച്ച് ആശ്വാസത്തോടു കൂടി തന്നെ കോടതി നടപടികളുമായി സഹകരിക്കാൻ സാധിക്കും. കുടുംബ കോടതികളിൽ എന്തുകൊണ്ടാണ് മീഡിയേഷൻ പ്രോത്സാഹിപ്പിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും സ്ട്രോങ് ആയ ഒരു ഘടകം, എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളുണ്ട്, നമുക്ക് മതസംഘടനകളുണ്ട്, ജാതി സംഘടനകളുണ്ട്, അങ്ങനെ കൂട്ടായ്മയുടെ പല സംഘടനകളും അല്ലെങ്കിൽ പല സംവിധാനങ്ങളും നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷേ നിയമത്തിൻ്റെ കണ്ണിൽ ഏറ്റവും സ്ട്രോങ് ആയ ഘടകം കുടുംബമാണ്. കാരണം ഒരടിത്തറയുള്ള കുടുംബത്തിൽ നിന്ന് ഒരു നല്ല പൗരൻ വളർന്നു വരികയുള്ളൂ എന്നുള്ളതാണ്. ഒരു കുട്ടി ജനിച്ച് വളരുന്ന സാഹചര്യം തന്നെയാണ് രാഷ്ട്ര പുനർനിർമ്മാണത്തിൻ്റെ ഏറ്റവും വലിയ അടിത്തറ. അതുകൊണ്ടാണ് കുടുംബം എന്നൊരു സംവിധാനത്തിന് നിയമവും കോടതിയും കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. കോടതികളിലെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ കോടതികൾ എപ്പോഴും ശ്രദ്ധിക്കാറുള്ളത് ഒരു കുടുംബം ഒരിക്കലും പിരിയാതിരിക്കട്ടെ, അവരെ എങ്ങനെ ഒന്നിപ്പിച്ച് കൊണ്ടുപോകാൻ എന്നുള്ളതാണ് കോടതികൾ ശ്രമിക്കുന്നത്. നിയമവും അത് തന്നെയാണ് അനുശാസിക്കുന്നത്. അതുകൊണ്ടാണ് ജോയിൻറ്റ് പെറ്റീഷൻ, അതായത് ഭാര്യാഭർത്താക്കന്മാർ രണ്ടുപേരും സമ്മതത്തോടു കൂടി തന്നെ ഞങ്ങൾ വിവാഹമോചിതരാവണം എന്നാവശ്യപ്പെട്ട് കോടതിയിൽ സമീപിക്കുമ്പോൾ അപ്പോൾ പോലും ഇവരെ കൗൺസിലിങ്ങിന് വിധേയമാക്കുക, അല്ലെങ്കിൽ ഇവരെ തമ്മിൽ ഒരുമിപ്പിച്ച് കൊണ്ടുപോകാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നറിയാൻ മീഡിയേഷന് വരെ കോടതി ശ്രമിക്കാറുണ്ട്. സാധാരണ കക്ഷികൾ പറയും ഞങ്ങൾക്ക് വേണ്ട, പിന്നെ കോടതിക്ക് എന്താണെന്ന്. പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ നിയമത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ സംവിധാനത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തിൽ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് കുടുംബ ഭദ്രതയ്ക്ക് തന്നെയാണ്. ഭദ്രമായ അടിത്തറയുള്ളൊരു കുടുംബത്തിൽ നിന്നേ നല്ല പൗരന്മാരുണ്ടാവൂ എന്നാണ് നമ്മുടെ സങ്കല്പം. അതുകൊണ്ടാണ് കുടുംബ കോടതികളിൽ ഇത്തരത്തിലുള്ള ഒത്തുതീർപ്പിന് ശ്രമിക്കുന്നത്. ഇത് നിയമത്തിൽ പോലും വ്യക്തമായി, അതായത് നടപ്പിലാക്കണം എന്ന് നിർദ്ദേശിച്ചുകൊണ്ട് നിയമത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. സാധാരണ ഒരു വിവാഹമോചന ഹർജി കൊടുത്തു കഴിഞ്ഞാൽ 6 മാസത്തിന് ശേഷമാണ് അതിൻ്റെ ആദ്യത്തെ പോസ്റ്റിംഗ് തന്നെ നടക്കുന്നത്. ഈ 6 മാസം എന്നത് കൂളിംഗ് പീരീഡ് എന്നാണ് കോടതികൾ അല്ലെങ്കിൽ നിയമത്തിൽ പറയുന്നത്. കാരണം ഒരു ആവേശത്തിന് ഹർജി നൽകി പെട്ടെന്ന് തന്നെ വേർപിരിയുന്നതിന് പകരം ഒരു 6 മാസം നിങ്ങളൊന്നുകൂടി ആലോചിച്ച് വീണ്ടും ആ കുടുംബം നന്നായിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കൂ എന്നാണ് കോടതികൾ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നിയമം ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഹർജികൾ വരുമ്പോൾ തന്നെ കൗൺസിലിങ്ങിന്, ഈ പറയുന്ന 2 വ്യക്തികളെയും കൗൺസിലിങ്ങിന് വിധേയമാക്കുന്നത്. അത്തരം കൗൺസിലിംഗ് കൊണ്ട്, അല്ലെങ്കിൽ ഒത്തുതീർപ്പ് ചർച്ചകൾ കൊണ്ട് ചിലപ്പോൾ ഈ വഴക്ക് മാറി, അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം മാറി അവർക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്നാണ് കോടതി ആശംസിക്കുന്നത്, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത്. കാരണം അഭിപ്രായ വ്യത്യാസം കൊണ്ട് പ്രായപൂർത്തിയായ 2 മാതാപിതാക്കൾ തമ്മിൽ പിരിയുമ്പോൾ ഇതൊന്നും അറിയാത്ത, ഒരു കുറ്റവും ചെയ്യാത്ത ചില കുട്ടികൾ അനാഥരായി പോകുന്ന ഒരവസ്ഥ നമ്മുടെ സമൂഹത്തിലുണ്ട്. ആ കുട്ടികളുടെ സുരക്ഷയെ, ആ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ, ഇതെല്ലാം വളരെ ദോഷകരമായി ബാധിക്കുന്ന ഒരു കാര്യമാണ് ഒരു കുടുംബത്തിലെ മുതിർന്ന 2 അംഗങ്ങൾ വേർപിരിയുന്നത്.
പിന്നെ അതിനെക്കുറിച്ചുള്ള തർക്കങ്ങൾ, ചർച്ചകൾ, ഇതെല്ലാം ഈ കുരുന്നു മനസ്സിനെ കൃത്യമായി ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ്റെ അല്ലെങ്കിൽ അവളുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും അവരുടെ ചെറുപ്പകാലം അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് എന്ന് പറയും, സ്കൂളിൽ പഠിക്കുന്ന കാലം, ഇതെല്ലാം ഒരു തരത്തിൽ ദുഃഖത്തിൽ പൊതിഞ്ഞ ഒരു യാത്രയായിരിക്കും. ഇത് ആ വ്യക്തിയുടെ സ്വഭാവ രൂപീകരണത്തിൽ വളരെയധികം മോശമായി ബാധിക്കും. എന്നാൽ ഈ അഭിപ്രായ വ്യത്യാസം കൊണ്ട് വഴക്കടിക്കുന്ന മാതാപിതാക്കൾ അവരുടെ വാശി മാത്രമാണ് ചിന്തിക്കുന്നത്, ഈ കുട്ടികളുടെ മനസ്സിലുണ്ടാകുന്ന ആഘാതത്തെക്കുറിച്ച്. ചിലർ കുട്ടികളെ കോടതിയിൽ കൊണ്ടുവന്ന് കരയിപ്പിക്കുന്ന കാണാം. അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലി നടത്തുന്നത് കുടുംബ കോടതിയിൽ സാധാരണ കാഴ്ചയാണ്. ചേംബർ കൗൺസിലിംഗ് നടത്തുമ്പോൾ ചില ന്യായാധിപർ പോലും കരഞ്ഞു പോകാറുണ്ട് ചില ആളുകളുടെ അല്ലെങ്കിൽ അവരുടെ കുട്ടികളുടെ അവസ്ഥ കണ്ടിട്ട്. ഇതെല്ലാം ഉടലെടുക്കുന്നത് ഈ മുതിർന്ന രണ്ട് വ്യക്തികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ നിന്നാണെന്ന് ഓർക്കണം. ബുദ്ധിയും വിവേകമുള്ള വിദ്യാഭ്യാസമുള്ള ഈ മുതിർന്നവർക്ക് അവരുടെ വാശി ഉപേക്ഷിച്ച് ഒന്ന് പരസ്പരം സംസാരിച്ചാൽ അല്ലെങ്കിൽ ഒന്ന് ചിരിച്ചാൽ ചിലപ്പോൾ അങ്ങനെ ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ വാശി കാരണം കുട്ടികളുടെ ജീവിതവും അവരുടെ വളർച്ചയും അവരുടെ സ്വഭാവ രൂപീകരണവും വരെ കുഴപ്പത്തിലാക്കുന്ന അവസ്ഥയാണ് പലപ്പോഴും കുടുംബ കോടതികൾ നമ്മൾ കണ്ടുവരുന്നത്. അതുകൊണ്ട് നല്ല കുടുംബം എന്ന ഒരു സങ്കല്പത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് കുടുംബം നല്ല രീതിയിൽ വഴക്കില്ലാതെ അല്ലെങ്കിൽ തമ്മിൽ വേർപിരിയലില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യം ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസവും സുരക്ഷിതത്വവും പ്രദാനം ചെയ്തുകൊണ്ട് ഓരോ കുടുംബവും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. തൽക്കാലം വിട. നമസ്കാരം.